എറണാകുളം സെഷൻസ് കോടതിയിൽ നിന്ന് കൂടുതൽ കേസ് രേഖകൾ നഷ്ടമായി. പ്രധാനമന്ത്രിക്കെതിരായ വധഭീഷണി സംബന്ധിച്ച UAPA കേസിന്റെയും മയക്കുമരുന്ന് കേസിന്റെയും രേഖകളാണ് നഷ്ടമായത്. UAPA കേസിൽ തമിഴ്നാട് സ്വദേശികളായ 5 പേരാണ് പ്രതികൾ. അഭിമന്യു കേസിലെ രേഖകൾ കോടതിയിൽ നഷ്ടമായത് നേരത്തെ മീഡിയ വൺ പുറത്തുവിട്ടിരുന്നു. SS ശരൺ കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. ശരൺ, ഈ പറഞ്ഞതുപോലെ തന്നെ അഭിമന്യു കേസിലെ രേഖകൾ കോടതിയിൽ നഷ്ടമായി എന്നുള്ളത് നമ്മളാണ്, മീഡിയ വൺ ആണ് പുറത്തു കൊണ്ടുവന്നത്. ഇപ്പോൾ എന്തൊക്കെ വിശദാംശങ്ങളാണ് ഈ രേഖകൾ നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്നത്? കഴിഞ്ഞ ദിവസം വളരെ പ്രധാനപ്പെട്ട വാർത്ത നമ്മൾ പുറത്തുവിട്ടിരുന്നതാണ്. അതായത് അഭിമന്യു വധക്കേസിലെ വിചാരണ തുടങ്ങാനിരിക്കെ 11 സുപ്രധാന രേഖകൾ നഷ്ടമായെന്നുള്ളതാണ് നമ്മൾ പുറത്തുവിട്ടിരുന്ന വാർത്ത. എറണാകുളം സെഷൻസ് കോടതിയിൽ നിന്നാണ് ഈ രേഖകൾ നഷ്ടമായിരുന്നത്. തുടർന്ന് ഹൈക്കോടതി അറിയിക്കുകയും ഹൈക്കോടതി ഇത് റീകൺസ്ട്രക്ട് ചെയ്യാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തത്. ഇതിന് പിന്നാലെ കുറ്റക്കാർക്കെതിരെ, ഈ വീഴ്ച വരുത്തിയ കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് യുവ അഭിഭാഷക സംഘടന ഹൈക്കോടതി രജിസ്ട്രാർക്ക് കത്ത് നൽകിയ സാഹചര്യം നിലനിൽക്കുകയാണ്. ഇതിനിടയിൽ കൂടിയാണ് ഇപ്പോൾ കൂടുതൽ കേസുകളുടെ രേഖകൾ എറണാകുളം സെഷൻസ് കോടതിയിൽ നിന്ന് നഷ്ടമായെന്നുള്ള വിവരം നമുക്ക് ലഭ്യമായിരിക്കുന്നത്. പ്രധാനപ്പെട്ട 2 കേസുകളാണ്. ഒന്ന് മയക്കുമരുന്ന് കേസാണ്. ഇതിലെ രേഖകൾ നഷ്ടമായതിനു പുറമെ തന്നെ പ്രധാനമന്ത്രിക്കെതിരായ വധഭീഷണി സംബന്ധിച്ചുള്ള കേസിലെ രേഖകളും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് 2016 ഈ പ്രധാനമന്ത്രിക്കെതിരായ വധഭീഷണിയുടെ പേരിൽ എറണാകുളം സെൻട്രൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. തുടർന്ന് വിശദമായ അന്വേഷണം നടത്തുന്നു. അങ്ങനെ അന്വേഷണം നടത്തി 5 പ്രതികളെ ഉൾപ്പെടുത്തിയുള്ള കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നതാണ്. ഇതിന്റെ വിചാരണ തുടങ്ങാനിരിക്കുന്നതിനിടയിൽ കൂടിയാണ് ഇപ്പോൾ ഈ രേഖകൾ നഷ്ടമായിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് FIR അടക്കമുള്ള രേഖകളാണ് നഷ്ടമായിരിക്കുന്നത് എന്നുള്ള കാര്യമാണ്. ഈ കേസിൽ 5 പ്രതികളാണുള്ളത്. തമിഴ്നാട് സ്വദേശികളാണ്. ഇവർ വിവിധ ജയിലുകളിലായിട്ട് കഴിയുകയാണ്. ഇവരുടെ ജാമ്യാപേക്ഷ പ്രതിഭാഗം കഴിഞ്ഞ ദിവസം കോടതിയിൽ സമർപ്പിച്ചിരുന്നു. അപ്പോൾ കൂടിയാണ് ഈ വിവരം, അതായത് ഈ രേഖകൾ നഷ്ടമായെന്നുള്ള വിവരം പുറത്തുവരികയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ 3 കേസുകളുടെ രേഖകൾ നഷ്ടമായതിനെ സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണമെന്നുള്ളതാണ് പൊതുവായി വരുന്ന ആവശ്യം. തീർച്ചയായും യുവ അഭിഭാഷക സമിതി അടക്കം ഈ അഭിമന്യു കേസിലെ രേഖകൾ നഷ്ടമായതിൽ അടക്കം അന്വേഷണം വേണമെന്ന ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ എന്താണ് കോടതിയുടെ ഭാഗത്തു നിന്ന് എന്താണ് പറയുന്നത്? അല്ലെങ്കിൽ ഇതിലൊരു അന്വേഷണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ ശരൺ? അന്വേഷണം ഉണ്ടാകാനുള്ള സാധ്യത ഏറുകയാണ്. കാരണം ഗുരുതരമായ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. അത് ആരുടെ ഭാഗത്തു നിന്നാണ് ഈ വീഴ്ച ഉണ്ടായെന്നുള്ളത് സ്വാഭാവികമായും കണ്ടെത്തേണ്ടതുണ്ട്. നേരത്തെ ഈ എറണാകുളം സെഷൻസ് കോടതിയും ഹൈക്കോടതിയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ മാത്രമാണ് നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിന് ഇതിൽ ഇടപെടുന്നതിൽ പരിമിതിയുണ്ട്. കോടതിക്കുള്ളിൽ തന്നെ അന്വേഷണം പ്രഖ്യാപിക്കുകയാണ് ചെയ്യേണ്ടത്. ഹൈക്കോടതിയാണ് ഈ അന്വേഷണം പ്രഖ്യാപിക്കേണ്ടത്. സ്വാഭാവികമായിട്ടും ഈ യുവാഭിഭാഷക സംഘടന ഇത്തരത്തിലൊരു ആവശ്യം മുന്നോട്ട് വെച്ച സാഹചര്യത്തിൽ, ഇത്തരത്തിലൊരു കത്ത് നൽകിയ സാഹചര്യത്തിൽ അന്വേഷണത്തിലേക്ക് പോകുമെന്നത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ ഈ വിവരം എറണാകുളം സെഷൻസ് കോടതി ഹൈക്കോടതി അറിയിച്ചതിനെ തുടർന്ന് ഈ കേസുകൾ നഷ്ടമായ രേഖകൾ റീകൺസ്ട്രക്ട് ചെയ്യാൻ നിർദ്ദേശം നൽകിയിരുന്നു. ഹൈക്കോടതി അത്തരത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിൽ പോലും ഇനി അന്വേഷണത്തിലേക്ക് പോകേണ്ടതുണ്ട്. കുറ്റക്കാരാരാണെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അവർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. അത് വൈകാതെ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.